എങ്ങനെയാണ് മെഡിക്കൽ കോളേജിലേക്ക് ആരോ കൊടുത്തയച്ച സ്നേഹപ്പൊതി. ശരിക്കത് സ്നേഹപ്പൊതിയാണ്. അതിലുള്ള കച്ചടിയേക്കാളും കിച്ചടിയേക്കാളും അവിയലിനേക്കാളും സാമ്പാറിനേക്കാളും ഒക്കെ അതിൽ കൂടുതൽ നിറച്ച് കിടക്കുന്ന സാധനം ആചാര്യ സ്നേഹമാണ്. അപ്പൊ സ്നേഹപ്പൊതിയാണ്. പൊതിച്ചോറിനേക്കാളും സ്നേഹപ്പൊതിയാണ്. അടുത്ത വരി, തന്നതാരെന്ന് തിന്നവനും അറിയില്ല, തിന്നതാരെന്ന് തന്നവനും അറിയില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ രസം. രണ്ടുപേർക്കും അറിയുന്നത് ഒരേ ഒരു വികാരം. കൊടുത്തുവിട്ട ആചാര്യർക്ക് അറിയണതും ജില്ലാശുപത്രിയിൽ അത് വാങ്ങിയ രോഗിക്കും രോഗിയുടെ കൂട്ടിരിപ്പുകാർക്കും അറിയുന്നതും ഒറ്റ വികാരം. എന്താണ്? വിശപ്പ്. ആചാര്യർക്ക് അറിയുന്ന വിശപ്പ് വിശപ്പായതെങ്ങനെ? ആചാര്യർക്ക് പഴയ പൈപ്പ് അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങാൻ നിവൃത്തിയില്ലാതെ പട്ടിണി കിടക്കേണ്ടി വന്നുകൊണ്ടല്ല. പിന്നെ ആചാര്യൻ നന്നായി ഭക്ഷണം കഴിക്കണാണ്. അള്ളാഹു നിയമത്തിൽ കൊടുത്തൊരു മനുഷ്യനാണ്. അപ്പൊ അയാൾ ഇങ്ങനെ ആലോചിച്ച് പഠിച്ചോനെ, ഒരു നേരം പോലും പൈസ കയ്യിലില്ലായിട്ട് എന്നെ പട്ടിണിയാക്കിയിട്ടില്ലല്ലോ അപ്പേ. ഇപ്പൊ ഞാൻ റമദാനിൽ ഉച്ച പട്ടിണി കിടക്കേണ്ടി, അത് പൈസ കയ്യിലില്ലായിട്ടല്ല, പിന്നെ നിന്നെ വഴിപ്പെടണം എന്ന് നീ പറഞ്ഞത് കൊണ്ട് മാത്രമാണ്. പക്ഷേ ഈ വിശപ്പ് എന്റെ കണ്ണ് തുറപ്പിക്കുകയും നട്ടുച്ച നേരത്ത് എന്റെ ആമാശ ഇങ്ങനെ കരിഞ്ഞുണങ്ങി. അപ്പൊ ഞാനൊരു വാക്ക് ഉരിയാടുമ്പോ എന്റെ നാവിലൂടെ പുറത്തു വരുന്ന ശ്വാസത്തിന് ഈ ആമാശയം കരിഞ്ഞ ഒരു ദുർഗന്ധമുണ്ട്. അങ്ങനെയാണെങ്കിൽ മുമ്പിൽ തീമേശയിൽ ഭക്ഷണം ഇല്ലാതെ ഒരു അരി വാങ്ങാൻ പൈസ ഇല്ലാതെ പട്ടിണി കിടക്കുന്ന പരിശുദ്ധ ആളുകൾ ഈ ലോകത്തുണ്ടല്ലോ റബ്ബേ. അതുകൊണ്ട് എന്റെ വികാരവും പട്ടിണിയാണ്. അതുകൊണ്ട് ഞാൻ പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഈ ആചാര വികാരം പട്ടിണിയായത് അള്ളാഹ് നിയമത്ത് കൊടുത്തതുകൊണ്ടുള്ള ശുക്രോണ്ടാണ്. രോഗിയുടെ വികാരം പട്ടിണിയായതുകൊണ്ട് എന്തുകൊണ്ടാണ്? നിവൃത്തിയില്ലാതെ ഗതികേട് വന്നിട്ട് ഒരാള് ഹെൽപ്പ് ചെയ്തപ്പോണ്ടായ സന്തോഷം കൊണ്ടാണ്. ഈ രണ്ട് വികാരം തമ്മിൽ വ്യത്യാസമാണ്. ഇതിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നോമ്പ് ശരിക്കും പട്ടിണിയാന്ന് പറഞ്ഞാല് നമ്മൾ പട്ടിണി കിടക്കണമൊക്കെ ഏത് പ്രതീക്ഷയിലറിയോ? മഗ്‌രിബ് കഴിഞ്ഞാല് ഒരു ഘോഷയാത്ര പോലെ വിഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്നുള്ള പ്രതീക്ഷയില്ല. ഫലസ്തീനിലെ കുട്ടിക്ക് അങ്ങനെ ഒരു ക്യൂ നിൽക്കുന്നുള്ള പ്രതീക്ഷയില്ല. അവിടെയാണ് ഞാൻ 9 വയസ്സുള്ള സാറയുടെ കാര്യം പറഞ്ഞു നിർത്തിയത്. സാറ 1.5 വയസ്സുള്ള ആങ്ങളുടെ കുട്ടിയെ ഒക്കത്ത് കെട്ടി ജീവിക്കുക. സാറ മുന്നോട്ട് പോയത്. അപ്പൊ സാറയുടെ കയ്യിൽ ഈ അമേരിക്കൻ ക്രൈസ്തവ യുവതിയായ മാധ്യമ പ്രവർത്തക ഒരു റൊട്ടി കഷ്ണം കണ്ടു. ഇതെന്താ മോളെന്ന് ചോദിച്ചു. അപ്പൊ സാറ പറഞ്ഞു, ഞാനിതുമായിട്ട് എൻ്റെ ആങ്ങളക്കുട്ടിയെ എടുത്തിട്ട് അങ്ങകലെ കാണുന്ന ജലാശയത്തിലേക്ക് പോവാണ്. ഒരു തടാകണ്ടാണ്, അതിൽ കുറെ മാലിന്യ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. എന്തിനാ നീ അങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ വഴിയിൽ വെച്ച് കിട്ടിയ ഉണക്ക റൊട്ടി ആ വെള്ളത്തിൽ മുക്കി പരുവപ്പെടുത്തിയിട്ട് നനച്ചിട്ട് എൻ്റെ 1.5 വയസ്സുള്ള ആങ്ങളക്കുട്ടിക്ക് കൊടുക്കാനാണ്. ഇങ്ങനെ കഴിച്ചാൽ പല്ല് മുളക്കാത്തവന്റെ വായിൽ അത് കുരുങ്ങിപ്പോകും. അപ്പൊ അവിടെ ഉമ്മയായി, യഥാർത്ഥ ഉമ്മയായി അല്ലെ? ആ ഫലസ്തീനിലെ ഈ നോമ്പിന്റെ ചൂടും ചൂരും പട്ടിണിയും ഒക്കെ നമ്മളെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കണ നേരത്ത് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ നോമ്പ് ഷുഗറിന്റെ നോമ്പ് കൂടിയാണ്. ഷുഗറിന്റെ നോമ്പ്. അപ്പൊ കുറച്ചും ഒരു ഹെൽത്തി ഡയറ്റിലേക്ക് നമ്മുടെ നോമ്പിനെ പാകപ്പെടുത്താൻ അൽഹംദുലില്ലാഹ് ഈ പ്രാവശ്യമൊക്കെ കുറേ മലയാളി സുഹൃത്തുക്കളെ, എസ്പെഷ്യലി യൂത്ത്, നോമ്പിലൊക്കെ നല്ല ഡയറ്റ് പ്ലാനിങ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വലിയൊരു ആശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ഡയറ്റ് നോമ്പ് നമ്മളെ ഏതായാലും ഫാസ്റ്റിങ്ങിലേക്ക് കിടക്കാൻ, ഒരു ജിംനേഷ്യത്തിലേക്ക് പോവാതെ, ഒരു ഡയറ്റീഷ്യനെയോ ഒരു ന്യൂട്രീഷനെയോ കാണാതെ ഈ 30 ദിവസം കൊണ്ട് അത്താഴം ക്രമീകരിച്ച്, മുത്താഴം ക്രമീകരിച്ച്, നോമ്പുത്തുറ ക്രമീകരിച്ചിട്ട് ഞാൻ വെയിറ്റ് ലോസിലേക്ക് പോവാണെന്ന് തീരുമാനിച്ച കുറെ ആൾക്കാർ. വെയിറ്റ് ലോസ് ചാലഞ്ചാണ്. അപ്പം ഫിസിക്കലി മെന്റലി അവർ ഹെൽത്തി ആവണം നോമ്പ് കഴിയുന്നതോടെ. എങ്ങനെയാ? എണ്ണക്കടികളൊന്നും ഉപയോഗിക്കില്ല എന്നുള്ളത് അവരുടെ ശബ്ദമാണ്. നമ്മളപ്പോൾ തീരുമാനിക്കുക എണ്ണക്കടി ഓയിലാണ്. ഓയിലി ഫുഡ് എന്ന് പറഞ്ഞാൽ അതില് ഓയിൽ കണ്ടന്റ് ഭയങ്കര എന്ന് പറഞ്ഞാൽ പൂരിത കൊഴുപ്പ് എന്നാണ് മലയാളത്തിൽ പറയാം. പൂരിത എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണല്ലോ. എന്താണ് എന്ന് പറഞ്ഞാൽ ഈ എണ്ണ പച്ചക്ക് അതൊരു സാലഡിലേക്ക് യൂസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല, എസ്പെഷ്യലി ഒലീവ് ഓയിൽ. പക്ഷേ ഈ ഓയില് നമ്മുടെ വെളിച്ചെണ്ണയാവട്ടെ വേറെയുള്ള എണ്ണയാവട്ടെ അത് ചട്ടിയിൽ ഒഴിച്ച് അത് തീമല് വെച്ച് അത് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്താൽ അതിന്റെ എല്ലാ സ്വഭാവവും മാറും. അത് ഫ്രൈഡായി. അപ്പൊ പിന്നെ അവിടെ സാധാ കൊളസ്ട്രോൾ ആവില്ല. LDL കൊളസ്ട്രോളിൽ നിന്ന് തന്നെ മാറിയിട്ട് ട്രൈഗ്ലിസറൈഡ് കൂടും. ട്രൈഗ്ലിസറൈഡ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ധമനികളൊക്കെ പെട്ടെന്ന് ബ്ലോക്ക് ആവാനും അറ്റാക്ക് വരാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്.
അപ്പൊ ഈ ട്രൈഗ്ലിസറൈഡ് ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് കുറക്കാൻ കഴിയുന്ന നോമ്പുകാലത്താണ്. എന്നാൽ ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് കൂട്ടാൻ കഴിയുന്നതും നോമ്പുകാലത്താണ്. അടുത്തൊരു കവി പറയുകയുണ്ടായി, പകല് മുഴുവൻ പട്ടിണി കിടക്കാൻ പറഞ്ഞ പടച്ചവനോടുള്ള പക വീട്ടലാണോ മലയാളിയുടെ നോമ്പ് തുറ എന്ന് ചോദിക്കുകയുണ്ട്. ശരിയാണ്. നമ്മൾ ഈ ഓയിൽ ഫ്രൈഡ് ആയ എത്ര ഐറ്റംസ് വെറും വയറ്റിൽ എന്ന് പറഞ്ഞാല് 14-15 മണിക്കൂറൊക്കെ പട്ടിണി കിടന്നിട്ട് ആ കാഞ്ഞ വയറ്റിലേക്ക് എന്നുള്ള ദിക്ർ തന്നെ അതിന്റെ എതിരാണ്. അതിന്റെ അർത്ഥം എന്താ? നോമ്പ് തുറക്കുന്ന ഒരാള് പറയാണ്, ഞാൻ നോമ്പ് തുറന്നു, നിനക്ക് വേണ്ടി നോമ്പ് പറ്റൂ, നീ തന്നെ ഭക്ഷണം കൊണ്ട് ഞാൻ നോമ്പ്. പിന്നെ പറയണ എന്താ? വെള്ളം കുടിച്ചിട്ട് ദാഹം പോയി, എന്റെ സിരകളിൽ ഉണർന്നു. ഒരു മനുഷ്യന്റെ സിര ഉണരാൻ, ന്യൂറോ സിസ്റ്റം ശരിക്കും റീഫ്രഷ് ആവാൻ അയാൾ ജ്യൂസ് പോലും കുടിച്ചിട്ട് കാര്യമില്ല. എന്താ കുടിക്കേണ്ടത്? നല്ല മിനറൽസ് വെള്ളം, പച്ച വെള്ളം കുടിക്കണം. പച്ച വെള്ളത്തിൽ 1 കലോറി ഇല്ല. ധൈര്യം കുടിക്കുക, എത്രയും കുടിക്കാം. അതുകൊണ്ട് ഈത്തപ്പഴം കഴിക്കുക, പച്ചവെള്ളം കുടിക്കുക, ഹെൽത്തി ആയി, ഒരു കുഴപ്പമില്ല. അയാൾക്ക് ഡീഹൈഡ്രേഷൻ വന്ന് കിടക്കണേ. ആ ഡീഹൈഡ്രേറ്റഡ് ആയ ബോഡിയിലേക്ക് പച്ചവെള്ളം കണ്ടി ചെല്ലുമ്പോൾ അല്ലേ, എന്റെ സിരകൾ ഉണർന്നു റബ്ബേ എന്ന് ആ ബോഡി ഫീൽ ചെയ്ത സാധനമാണ് നമ്മളെ നിൽക്കുന്നത്. ജ്യൂസ് കൂടി അപകടം. ജ്യൂസൊക്കെ സ്ഥിരമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഫാറ്റി ലിവർ, മഹോദരം എന്നതിന്റെ മലയാളം. ഫാറ്റി ലിവറിന്റെ മലയാളം മഹോദരം, മഹാഉദരം എന്നാണ്. ഉദരം എന്ന് പറഞ്ഞ വയറല്ല. ഈ ഫാറ്റി ലിവർ ഗ്രേഡ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വയറ് വീർക്കും, ഗ്യാസ്ട്രോ പ്രോബ്ലം ഉണ്ടാവും, ഡൈജഷൻ ബാലൻസ് നഷ്ടപ്പെടും. ഒന്നൊക്കെ കഴിക്കുന്നത് മുഴുവൻ അയാൾക്ക് വേഗം വയറ്റിട്ട് പോവുക, അല്ലെങ്കിലോ തീരെ വയറ്റിട്ട് പോകാതിരിക്കുക. ഇത് രണ്ടും ഡൈജഷൻ പ്രശ്നമാണ്. എന്താ വേണ്ടത്? ഒരു ദിവസം കൃത്യമായിട്ട് 2 നേരമെങ്കിലും, അത് രാവിലെ വൈകുന്നേരം, കൃത്യമായ മോഷൻ. അത് ലൂസ് എൻട്രി അല്ല, ടൈറ്റ് എൻട്രി അല്ല, കൃത്യമായ നോർമൽ മോഷൻ കിട്ടുക എന്നുള്ളത്. അതിന് ഒരു മനുഷ്യൻ ഫ്രൂട്ട്സ് ചവച്ചരക്ക വേണ്ടത്. കാർബോഹൈഡ്രേറ്റ്സ് ഒഴിവാക്കി കാർബ്സ് ഫുഡ് അവോയ്ഡ് ചെയ്ത് ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡുകൾ കഴിക്കുക. മില്ലറ്റ്, തിന, കുത്താറി, നവര എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ കഴിക്കുക. അതൊക്കെ ദീനിന്റെ ഹെൽത്തി പ്രൊജക്ടുകളാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു നോമ്പാക്കി നമ്മൾ നോമ്പിനെ മാറ്റാൻ കഴിഞ്ഞാൽ സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ചും ഈ എന്താ പറയാ, ഇപ്പൊ PCOD പോലുള്ള അടിവയറ്റിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന ഒരു പ്രശ്നം, അത് ഗർഭാശയം മുഴകളാവുക, പ്രഗ്നൻസി പോസിബിലിറ്റി തീരെ ഇല്ലാതാവുക. എന്ന് പറഞ്ഞാൽ 28 വയസ്സൊക്കെ ഉള്ള പെൺകുട്ടികൾക്ക് ഗർഭധാരണത്തിന്റെ സാധ്യത ഇല്ലാതാവാനുള്ള കാരണം ഹൈ ഓയിലി ഫുഡുകൾ, കരിച്ചവും പൊരിച്ചവും ബേക്കറികളും നന്നായി കഴിച്ചിട്ട് എന്ത് ചെയ്യും, പിത്താശയത്തിന് പ്രശ്നം വന്ന്, അതുപോലെ തന്നെ പിത്തസഞ്ചി എടുത്തു മാറ്റേണ്ടി വന്നു, പിത്തസഞ്ചിയിൽ സ്റ്റോൺ വന്ന്, കുറേ പ്രശ്നങ്ങൾ. എത്ര ഹെൽത്ത് ഇഷ്യൂസ് ആണ് നമുക്കുള്ളത്. എന്നാൽ റമദാൻ ഹെൽത്തിൻ്റെതുമാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ഏതായാലും അൽഹംദുലില്ലാഹ് നമുക്ക് ഒരു വാങ്ങിന്റെ മുമ്പായിട്ട് നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യണം. നിങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട്